മാനാഞ്ചിറ സ്ക്വയറിലുള്ള ഈ ഒരു ഡ്രാഗണിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇന്നലെ രാത്രി 12 ശേഷം വിട്ടത് ട്ടോ. അവിടെ എത്തിയപ്പോഴാണെങ്കിൽ അവർ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് അത് ക്ലോസ് ചെയ്തായിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ നേരെ വിട്ടത് ബീച്ചിലേക്കായിരുന്നു. അവിടെയാണെങ്കിൽ കട്ട ബ്ലോക്ക്, ഓൾമോസ്റ്റ് 1 മണി സമയമായിരുന്നു. ആ സമയത്ത് കോഴിക്കോട് ബീച്ചിലുള്ള തിരക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഇവിടുത്തെ ഈ തിരക്ക് എന്ന് പറയുന്നത് കൂടുതലും ഫാമിലീസ് ആണ് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ കാറുകളുടെ എണ്ണം ഭയങ്കര കൂടുതലായിരുന്നു. 3 വർഷം കൊച്ചിയിൽ നിന്ന് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, എനിക്ക് അവിടത്തേക്കാൾ കൂടുതൽ നൈറ്റ് ലൈഫ് ഇവിടെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതും പോരാഞ്ഞിട്ട് ഇവിടുത്തെ ഫുഡ് സ്പോട്ടിന്റെ അടുത്തുള്ള തിരക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ കുറച്ചു നേരം ബീച്ചിലൂടെ നടന്നതിന് ശേഷം ഒരു പ്ലേറ്റ് കാടുമുട്ടിയും കഴിച്ചതിന് ശേഷം ഞാൻ അവിടുന്ന് പോന്നു. പോരുന്ന വഴിക്ക് ഈ ബുക്ക് ചുടു വിലക്ക് കിട്ടിയപ്പോൾ അതും അങ്ങ് വാങ്ങി. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. അപ്പോൾ പിന്നെ ഉച്ചയായപ്പോൾ നേരെ വണ്ടി എടുത്ത് പുറത്തോട്ട് ഇറങ്ങി. ഇന്നലെ കാണാൻ പറ്റാത്ത ഡ്രാഗണിനെ ഇന്ന് എന്തായാലും കാണണം എന്ന തീരുമാനത്തിലായിരുന്നു ഞാൻ വണ്ടി എടുത്ത് ഇറങ്ങിയത്. അങ്ങനെ ആദ്യം നമ്മൾ നേരെ വിട്ടത് ഫുഡ് സ്പോട്ടിലേക്കായിരുന്നു. ആദ്യം പോയത് തന്നെ കുറ്റിച്ചിറ ബിരിയാണി സെന്ററിലേക്കായിരുന്നു. അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. എന്തായാലും ഒരു സീറ്റ് കിട്ടിയപ്പോൾ ഞാൻ അവിടെ കയറിയിരുന്നു. അങ്ങനെ നമ്മൾ അവരോട് ചിക്കൻ ദം ബിരിയാണി ഓർഡർ ആക്കി, അതും കഴിച്ചു. സംഭവം കൊള്ളായിരുന്നു. ഇവരുടെ ഹൈലൈറ്റുള്ള ഔട്ട്ലെറ്റിനേക്കാൾ ഏറ്റവും ബെറ്റർ ആയിരുന്നു ഇവിടുത്തെ ഫുഡ്. പിന്നെ നമ്മൾ നേരെ വിട്ടത് മാനാഞ്ചിറ സ്ക്വയറിലേക്കായിരുന്നു. അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കുറെ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അതിനിടയിൽ ഇതുപോലത്തെ കുറെ കുരിപ്പുകളും ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ എസ് എം സ്ട്രീറ്റിലേക്ക് ഒന്ന് കയറിയായിരുന്നു. അവിടെ കയറിയപ്പോഴെങ്കിൽ സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഈ തിരക്കിന്റെ ഇടയിലൂടെ അപ്പുറത്ത് എത്തി അവിടുന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഇപ്പുറത്ത് വന്നപ്പോൾ തന്നെ നേരം ഇരുട്ടിയായിരുന്നു. അപ്പൊ പിന്നെ മാനാഞ്ചിറ സ്ക്വയറിൽ കയറിയപ്പോൾ നമ്മൾ കാണാൻ വിചാരിച്ച കാഴ്ച അവിടുന്ന് കണ്ടു. ഡ്രാഗണും ആനയും അതും ഇതും കുറെ ഉണ്ടായിരുന്നു. മൊത്തം ഒരു കളർഫുൾ വൈബായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഈ വൈബും കണ്ട് എല്ലാവരും കയറി ചെല്ലുമ്പോൾ ആലോചിക്കുക, നല്ല തിരക്കുണ്ട് അവിടെ. പോരാത്തിന് മൊത്തം മണ്ണും പൊടിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതൊക്കെ കണ്ടപ്പോൾ നമ്മൾ നേരെ അവിടുന്ന് ഇറങ്ങി. അപ്പോഴത് വീണ്ടും ബ്ലോക്കിലൂടെ കിട്ടിയ വഴിയിലൂടെ നേരെ കയറി ചെന്നത് പാരഗൺ റെസ്റ്റോറന്റ് മുമ്പിലായിരുന്നു. അപ്പൊ പിന്നെ മനസ്സൊന്ന് പറഞ്ഞു, ഒരു ബിരിയാണി കഴിച്ചുകൂടെ എന്ന്. എന്തായാലും മനസ്സ് പറഞ്ഞതല്ലേ, കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവിടെ കയറിയിട്ട് ഒരു ദം ബിരിയാണി അങ്ങ് ഓർഡർ ആക്കി, അതും കഴിച്ചു. എന്റെ കോഴിക്കോട് വന്നപ്പോൾ ഒരു ആഗ്രഹമായിരുന്നു ഇവിടുന്ന് ഒരു ബിരിയാണി കഴിക്കണം എന്നുള്ളത്. കാരണം ഇവരുടെ കൊച്ചിയിലത്തെ ഔട്ട്ലെറ്റ് ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അവിടത്തേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു കേട്ടോ ഇവിടുത്തെ ബിരിയാണി. അങ്ങനെ ആ ആഗ്രഹം പൂർത്തിയാക്കി ഞാൻ ഹാപ്പിയായി. അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ.